നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കാനഡയിൽ നിർമ്മാണ തൊഴിലാളികളെ നഷ്ടമാകുന്നു. ഏപ്രിലിൽ ട്രൂഡോ സർക്കാർ 2 ദശലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി അനാവരണം ചെയ്തിരുന്നു. പദ്ധതിയോടുള്ള നിർമ്മാണ മേഖലയുടെ പ്രതികരണം പ്രത്യക്ഷത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിടുക എന്നതായിരുന്നു. ഈ വർഷം മാർച്ചിനും ഏപ്രിലിനും ഇടയിൽ കാനഡയിൽ 11,000 നിർമ്മാണ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞ് 0.7% ചുരുങ്ങി. തൊഴിലില്ലായ്മ കുറയുന്നത് അടിസ്ഥാനപരമായും പുതിയ പൊതുമേഖലാ ജോലികൾ മൂലമാണെന്ന് ഒരു വിഭാഗം പേർ അഭിപ്രായപ്പെട്ടു. ഓന്റാരിയോയിൽ വാഹനമോഷ്ടാക്കളുടെ ഡ്രൈവിംഗ് സസ്പെൻഡ് ചെയ്യാനും കൂടാതെ പ്രതികൾക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്താനും സർക്കാർ പദ്ധതിയിടുന്നു. പ്രവിശ്യയിലുടനീളമുള്ള വാഹന മോഷണ കുറ്റകൃത്യങ്ങളുടെ വർധനവ് കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിൽ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യാൻ ഫോർഡ് സർക്കാർ പദ്ധതിയിടുന്നു. ചൊവ്വാഴ്ച രാവിലെ ടൊറന്റോയിൽ നടന്ന സമ്മേളനത്തിലാണ് സോളിസിറ്റർ ജനറൽ മൈക്കിൾ ഖൾസറിനോടൊപ്പം ഒന്റാരിയോ ഗതാഗത മന്ത്രി പ്രമീത് സക്കാറിയ ഇക്കാര്യം അറിയിച്ചത്. കുറ്റവാളികളുടെ ലൈസൻസ് ആജീവനാന്തം സസ്പെൻഡ് ചെയ്യുന്ന നിയമനിർമ്മാണം വ്യാഴാഴ്ച അവതരിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ ഓട്ടോ മോഷണ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആർക്കും ആദ്യ കുറ്റത്തിന് 10 വർഷത്തെ ലൈസൻസ് സസ്പെൻഷനും, രണ്ടാമത്തെ കുറ്റത്തിന് 15 വർഷത്തെ സസ്പെൻഷനും, മൂന്നാം കുറ്റത്തിന് ആജീവനാന്ത സസ്പെൻഷനും നേരിടേണ്ടി വരും. കമ്മ്യൂണിറ്റി സെന്റർ പൂളിൽ വെച്ച് 2 പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ടൊറന്റോ പോലീസ് യുവാവിനെതിരെ കേസെടുത്തു. ശനിയാഴ്ച ബീച്ച് മൗണ്ട് കമ്മ്യൂണിറ്റി സെന്ററിൽ നീന്തുകയായിരുന്ന 2 പെൺകുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് ടൊറന്റോ പോലീസ് യുവാവിനെതിരെ കുറ്റാരോപണം ചുമത്തിയത്. നീന്തലിനായി പൂളിലെത്തിയ പ്രതി 2 പെൺകുട്ടികളെ സമീപിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആരോപിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഇയാളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു. ഗാസയിലെ റാഫയിൽ യുവൻ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ റിട്ടയർഡ് ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ വാഹനത്തിൽ റഫയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയുണ്ടായ ആക്രമണത്തിലാണ് കേണൽ കാലെ കൊല്ലപ്പെടുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാഫ് അംഗമാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഗാസയിൽ ഇതാദ്യമായാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഒരു പ്രതിനിധി കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൌസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, കണ്ണൂർക്കാരന്റെ തൊട്ടുകട, ഡ്യൂപോണ്ട് സ്ട്രീറ്റ്, ടൊറന്റോ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.